എനിക്കും എൻ്റെ മോനും എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി താഴെ കാണുന്ന ഫോട്ടോയിലുള്ളവരാ. എൻ്റെ ഭർത്താവിന് ആ പെണ്ണുമായിട്ട് ബന്ധമുള്ള എൻ്റെ കാര്യം ഞാൻ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ അയാൾ എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ കൊല്ലും, എൻ്റെ വീട് കത്തിക്കും, എൻ്റെ മാതാപിതാക്കളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തണം. എൻ്റെ കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോൾ ഞാൻ ഓരോ വീടുകളിൽ ജോലിക്ക് പോയി എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നത്. ഭർത്താവ് അന്നൊരു പേരിൽ അയാൾ നിന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് അയാൾ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ നിർത്താൻ ഞാൻ ഇത്രയും നാൾ സഹിച്ച് ക്ഷമിച്ചത്. ഞാൻ ആ പെണ്ണിനോട് അവിടെ അമ്മയോട് കാല് പിടിച്ച് പറഞ്ഞതാ, എൻ്റെ ഭർത്താവിനെ എനിക്ക് വിട്ടു തരണം, ദൈവത്തെ ഓർത്ത് എൻ്റെ ജീവിതം നശിപ്പിക്കേണ്ടത്. അവരോട് ഇപ്പോൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. 10 ദിവസം കൊടുത്തതിനുള്ളിൽ വിവാഹബന്ധം വേർപെടുത്തി തരണം, അവർക്ക് ആ പെണ്ണിനെ അയാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കടങ്ങൾ കാരണം ഞാൻ ദൂര സ്ഥലത്ത് ജോലിക്ക് നിൽക്കുന്നത്. നാട്ടിലോട്ട് എനിക്ക് ഓടി വരാൻ പോലും പറ്റുന്ന അവസ്ഥയിലല്ല. ഞാനിവിടെ കിടന്ന് എന്തെങ്കിലും ചെയ്യും. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നീ എന്താ എന്നോട് പറഞ്ഞത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ? നീയും അയാളും തമ്മിലൊരു ബന്ധമില്ലെന്നോ? പിന്നെ ഇതൊക്കെ എന്താടി? നീ എന്നെ ഒരുപാട് പൊട്ടിയാക്കി. നിനക്ക് അയാളുടെ കുഞ്ഞ് വേണം, അയാൾ നീ ഒന്നിച്ചാ താമസിക്കുന്നത്, അയാൾക്ക് നീ മതി, അയാൾ നീ ഇല്ലെങ്കിൽ ചത്ത് കളയും എന്നൊക്കെ നീ എന്നെ വിളിച്ച് പറഞ്ഞല്ലോ. നീ പറഞ്ഞിട്ടില്ലേ ഞാൻ ആ വിഷ്ണുവിന് മെസ്സേജ് അയക്കുന്നതും വിഷ്ണുവിനെ വിളിക്കുന്നതും? എന്നിട്ട് നീ പറഞ്ഞ എന്തുവാ? വിഷ്ണു എന്നെ വിളിച്ചറിയിച്ചിട്ട് ഞാൻ ഇതറിഞ്ഞത്. എൻ്റെ ഭർത്താവ് തന്നെ പറഞ്ഞത് നീയുമായിട്ട് ബന്ധമുണ്ടെന്ന്. എന്നിട്ടത് നിന്നോട് ചോദിച്ചപ്പോൾ നീ സമ്മതിക്കുകയും ചെയ്ത്. ചേച്ചിക്ക് ഒരു കുഞ്ഞെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് അതുപോലുമില്ല, ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് കാല് കെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ, ഒന്നിച്ചാ കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നീ തന്നെയല്ലേ എനിക്ക് മെസ്സേജ് അയച്ചത്. നിൻ്റെ വീട്ടിൽ തന്നെ അല്ലായിരുന്നു ഇത്രയും ദിവസം അയാളും? ഇന്നലെയല്ലേ നിൻ്റെ വീട്ടിൽ നിന്ന് ഇന്നലെയല്ലേ നിൻ്റെ വീട്ടിൽ നിന്ന് അയാൾ പോയത്? എന്നിട്ട് നീ കൊണ്ടുവന്ന് കള്ളക്കേസ് കൊടുത്തേക്കുന്ന നൂറിനായിട്ട് അവനും ഞാനും കൂടെ അതുകൊണ്ട് ബന്ധമുണ്ട്. അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരു കുടുംബമായിട്ടൊക്കെ കഴിയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ കാരണം എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്, എത്രയോ ഫാമിലിയാണ് തകർന്ന് തരിപ്പണമായി പോകുന്നത്. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ പ്രതീക്ഷയോടുകൂടിയിട്ട് ജീവിതം ആരംഭിച്ച പെൺകുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷത്തെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സ്വന്തം ഭാര്യയുടെ സുഖവിവരം അന്വേഷിക്കാത്തവന്മാരാണ് കണ്ട പെണ്ണുങ്ങളുടെ സുഖവിവരം അന്വേഷിക്കാൻ പോകുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ എത്ര പേരാണ് സുഖമാണോ, തിന്നോ, കുടിച്ചോ, ഉറങ്ങിയോ, എന്തൊക്കെ വിശേഷങ്ങളാണ് അറിയേണ്ടത് ഈ അവന്മാർക്കൊക്കെ. ഇങ്ങനെയൊക്കെ ചാടി പോകുന്നവന്മാരോടായിട്ട് പറയൂ കേട്ടോ, നിനക്കൊക്കെ വേണമെങ്കിൽ പൊയ്ക്കോ, ആരുടെയോ കൂടെ വേണമെങ്കിൽ പൊയ്ക്കോ. നീയൊക്കെ നിയമപരമായിട്ട് ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം നിന്റെയൊക്കെ തോന്നിവാസത്തിന് പൊയ്ക്കോ. അല്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ കാത്തിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയില്ലാതെ ഈ മാതിരി ആഭാസത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് ഒരു പെണ്ണും സഹിക്കില്ല, ഒരു പെണ്ണും ക്ഷമിക്കില്ല. മക്കളെ ഓർത്തിട്ടൊക്കെ ഒരുപാട് പെൺകുട്ടികൾ സഹിച്ചും ത്യജിച്ചും ഒക്കെ വീട്ടിൽ കഴിയുന്നുണ്ടായിരിക്കാം. പക്ഷെ എല്ലാവരും അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും കഴിയേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എങ്കിൽ അവരെ വിട്ടേക്കുക. പക്ഷെ അത് നിയമപരമായിട്ട് വേർപെടുത്തിയതിന് ശേഷം മാത്രം കണ്ടകളുമായിട്ട് കൂടെ ചാടിപ്പോവുക. അതിനേക്കാളും മുന്നേ നീ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചോ? എന്റെ കുഞ്ഞിനെ കൊല്ലും. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അനുജ ഇന്നലെ അവനെ കൊണ്ട് അവളെ വിളിപ്പിച്ച് പറയിപ്പിച്ച് എന്റെ വീട് കത്തിക്കുമെന്ന് പറഞ്ഞു. ഇതിനൊക്കെ അത് നിനക്ക് അറിയത്തില്ലെങ്കിൽ ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. നിന്റെ പേര് ഞാൻ പറഞ്ഞു, നിന്റെ പേര് നീ അല്ല, നീ ബ്ലോക്ക് ചെയ്യണം. നിന്നെ അത് തീർക്കുവാണെങ്കിൽ നീ എന്തോന്ന് വെച്ച് ചെയ്തു. അതെ ഞാൻ ചോട്ടെ, നീ ബ്ലോക്ക് ചെയ്ത് വെക്കണം. നീ എന്നെ വിളിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച ഞാൻ പോസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ ഇപ്പൊ ഒരെണ്ണം കൂടെ പോസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ചെയ്യും. എന്തോ ചെയ്യുവാണേലും ഉറപ്പായിട്ടും കൊല്ലും. ആരെ കൊല്ലും? എന്നെ കൊല്ലുമെന്നോ? എനിക്ക് അതേപോലെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതാ എന്നെ കൊല്ലുമെന്നാണോ നീ പറയുന്നത്? ഞാൻ ചേച്ചിയോട് ഇത്ര പറഞ്ഞില്ല, ഇപ്പൊ ഇട്ടത് മാത്രം ഇപ്പൊ ഇട്ടത് ഡിലീറ്റ് ചെയ്യത്തില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഡിലീറ്റ് ചെയ്യത്തില്ല. നിന്നെ വിളിച്ച് ഇത്രയും ഇട്ട് പേടിപ്പിക്കുന്നത് എന്തിനാ? നീ വെറുതെയാ. നീ പറയുമ്പോ ഞാൻ ഡിലീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചോണ്ട് അവര് കാണിക്കുന്നെങ്കിൽ വെറുതെയാ. നിനക്ക് ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ കൊണ്ട് കേസ് കൊടുക്കണം. അല്ലാതെ നിന്നെ വിളിച്ച് പേടിപ്പിക്കുമ്പോ നീ അവള് പറയുന്നത് പേടിച്ചോണ്ടിരിക്കാൻ നിന്നിട്ട് അവൾ എന്നെ വിളിച്ചിട്ടുമില്ല.
ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചല്ലാതെ ഓരോരുത്തർ എന്റെ കൂട്ടുകാരും എടാ വിളിച്ചോട്ടെ, എനിക്ക് നിന്നെ അറിയാവുന്നവര് വിളിക്കുമ്പോ നീ പറയണം എന്നെ നിനക്ക് വിളിച്ച് അവളെ ഓരോന്ന് വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുക. പറഞ്ഞായിരുന്നല്ലോ, നീ പറയണം എനിക്ക് അവളെ വേണ്ട, എനിക്ക് എന്റെ കാര്യം അറിയണ്ട, അവള് വല്ലവന്റെയും കൂടെ പോയെങ്കിൽ പോകട്ടെ, ചേച്ചി അത് ഓക്കെ, നിനക്കെന്താ അതിന് സമ്മതിക്കാം. പേടിയാണോ? പക്ഷെ എത്ര പേരാണെന്നറിയാതെ എന്റെ വിളിച്ചോട്ടടാ, അടുത്ത് ഓരോ നീ ഇനി കാര്യങ്ങളാണ് എന്റെയും ചോദിക്കുന്നത്. കുഞ്ഞിന്റെയും പേര് എഴുതി വെച്ച് ചേച്ചിക്ക് ആത്മഹത്യ ഇത്ര ചെയ്യുന്ന പറഞ്ഞിട്ട് പെട്ടെന്ന് നീയും അപ്പുവിനെ എന്നെ മറക്കാൻ പേടിപ്പിക്കണ്ട. പറ്റുമോ? ഞാനും എന്റെ ചേച്ചിക്ക് കുഞ്ഞും അപ്പുവിനെ ആത്മഹത്യ മറക്കാൻ ചെയ്യാൻ പറ്റുമോ? തീരുമാനിച്ചിരിക്കുക. അതിനു വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇത്രയും ചേച്ചിക്ക് അപ്പുവിനെ തെളിവുകളും മറക്കാൻ ഞാൻ പറ്റുമോ? എന്റെ ഇൻസ്റ്റയിൽ ഇടുന്നത്. ഇത്രയൊക്കെ കാരണം എന്റെ ചെയ്തിട്ട് ഫോണ് ഒരു ഇത്രയൊക്കെ പ്രാവശ്യം അനന്തു ചെയ്തിട്ട് എന്നെ ചേച്ചിക്ക് കെട്ടിത്തൂക്കിയതാ. അപ്പുവിനെ മറക്കാൻ പറ്റുമോ? നിനക്കറിയത്തില്ല അവന്റെ സ്വഭാവം. അന്ന് അവൻ എന്റെ അല്ല, ഞാൻ ഫോണിലുണ്ടായിരുന്ന ചോദിച്ചതിനുള്ള മറുപടി തെളിവുകളെല്ലാം പറ. നശിപ്പിച്ചതാ. അന്ന് അവൻ ചേച്ചി എന്റെ നേരിട്ട് പോലെ ഫോണിലുണ്ടായിരുന്ന തെളിവുകൾ സംസാരിക്കാതെ ഞാൻ നശിപ്പിച്ചത് കൊണ്ട് ചോദിക്കുന്നതിനുള്ള മറുപടി മാത്രമാണ് പറ. ഇന്ന് ഞാൻ ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. നാളെ എനിക്കോ എന്റെ കുഞ്ഞിനോ എന്തെങ്കിലും ഇനി നിനക്കായിക്കോട്ടെ, നിനക്കെന്ത് സംഭവിച്ചാലും ഇതിന് ഉത്തരവാദി അവളും അവിടെ വീട്ടുകാരും ഈ പറയുന്ന അവനുമാ. നീ പേടിക്കണ്ട. നീ ഈ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും. നീ ഇനി ചേച്ചി എന്നെ പോസ്റ്റ് വിളിച്ചാലും ചെയ്യൂ, എനിക്കൊരു ഓരോ പ്രശ്നമില്ല. തവണ എന്നെ എനിക്ക് വിളിച്ചിട്ട് ചേച്ചി പോസ്റ്റ് അവളോട് ചെയ്താലും സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് എനിക്ക് പറഞ്ഞതാ, ഒരു ഇനി എന്നെ പ്രശ്നമില്ല. വിളിച്ച് ആരും ഇങ്ങനെ ശല്യം ചെയ്യും. ഇന്ന് രാവിലെ തൊട്ട് ഉച്ച എന്റെ വരെ അടുത്ത് അവളും അവളുടെ ആരും അമ്മയും കൂടെ പറഞ്ഞിട്ടില്ല. നിർത്താതെ എന്നെ വിളിച്ച് ശല്യം ചെയ്യുമായിരുന്നു. നിർത്താതെ. ഈ എന്നോട് ആരും പ്രശ്നത്തിന് പറഞ്ഞിട്ടില്ല. തുടക്കം എന്റെ കുറിച്ചതാരാ? അടുത്ത് നീ ഓരോ പറ, ഈ ആൾക്കാര് പ്രശ്നത്തിന് വിളിച്ച് തുടക്കം കുറിച്ചതാരാ? അവള് തന്നെയല്ലേ ഇതിന് തുടക്കം കുറിച്ചത്. ചേച്ചി അവിടെ ഞാൻ ആങ്ങളെ എന്നെ അവളെ വിളിച്ച് എന്തോ ആ സപ്പോർട്ട് ചെയ്ത് തങ്കു എന്ന് പറഞ്ഞവൻ, സംസാരിക്കും. അവൻ എന്നെ വിളിച്ച് എന്തോരം ഞാൻ വൃത്തികെട്ട അവരെ ഭാഷയിലെ തെറി സപ്പോർട്ട് ചെയ്ത് വിളിച്ചത്. സംസാരിക്കുക ഞാൻ അത് അതൊന്നുമല്ല. പറയാനായിട്ട് ഈ അപ്പുവിനെ വിളിച്ചത്. പ്രശ്നത്തിന്റെ ഉടനെ അപ്പു പേരിലാണ് അത് ഇപ്പൊ കേൾക്കാതെ എല്ലാരും കൂടെ എന്റെ ഓരോന്നും എടുത്തു നെഞ്ചത്ത് ചാടി. കയറിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഇപ്പൊ പറഞ്ഞു? ഈ ഇട്ട റീലിന്റെ പേരിലാണ് ഇപ്പൊ എനിക്ക് ഇത്രയും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. എടാ, എല്ലാരും എന്റെ എന്റെ അടുത്ത് അടുക്കൽ വിളിച്ചിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞ് പറയും, ഓരോന്നോരോന്ന് എന്നെ കുത്തി കുത്തി നൂറനായിട്ട് പോലീസ് പറഞ്ഞോണ്ടിരിക്കുക. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് എന്തോ പറഞ്ഞെന്നറിയാവോ? നീ പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ അറിഞ്ഞെന്നും പറഞ്ഞിട്ട് അവള് കൊണ്ട് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്റെ പേർക്ക്. നൂറനാട് സ്റ്റേഷനിൽ നിന്ന് എന്നെ പോലീസ് വിളിച്ചേക്കുന്നത്. എന്റെ ഭർത്താവിനെ അവൾ ഇത്രയും ദിവസം അവിടെ വീട്ടിൽ പിടിച്ച് നിർത്തിയേക്കുമായിരുന്നു. അവിടെ അമ്മയ്ക്കും ആ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും, നിനക്കും അറിയാമല്ലോ അയാൾ അവിടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന്. ആണല്ലോ. അല്ലെങ്കിൽ നീ ഒന്ന് പറ. ഇന്ന് മെനഞ്ഞാന്ന് വരെ അയാൾ അവിടെ ഉണ്ടായിരുന്നു. മെനഞ്ഞാന്ന് ആ പ്രശ്നം നടക്കുമ്പോഴും അയാൾ അവിടെ ഉണ്ടായിരുന്നു. അവൾ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ ഞാൻ അവളോട് പറഞ്ഞ്, എടി നിനക്ക് എന്റെ ഭർത്താവിനെ നിന്റെ വീട്ടിൽ നിന്നെങ്കിലും ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞു വിട്ട എന്റെ കലിപ്പിന് അയാൾ ഇന്നലെ എന്റെ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് വന്നു. എനിക്കിനി അവനെ വേണ്ട. അവളെ കെട്ടുവോ, അവര് വേറെ ആരെങ്കിലും കെട്ടുവോ, ചാകുവോ, ഇതിനൊക്കെ ചേച്ചി അയാൾ പുഴുത്തേ ചാവത്തുള്ളൂ. അവര് കെട്ടുവോ കെട്ടായിരിക്കും, അതിന് എനിക്ക് തിരിച്ചവളെ വേണ്ട. അപ്പൊ ഞാൻ പിന്നെ അതിനു നീ വേണ്ടി എന്തിനാ അവളോട് പറയണേ. പേടിക്കുന്നേ? ഞാൻ അപ്പൊ നീ അതിന് ചേച്ചി എന്തിനാ എനിക്ക് നിനക്ക് അവളെ പേടിയല്ല. വേണ്ടെങ്കിൽ എനിക്ക് പിന്നെ നീ ഇങ്ങനെ എന്തിനാ കിടന്ന് പേടിക്കുന്നേ? നാണം കെടാൻ വയ്യ. എനിക്കിങ്ങനെ നാണം കെടാൻ വയ്യ. നിനക്ക് നാണം ഇപ്പൊ കെടാൻ ഇട്ട് അത് വയ്യെങ്കിൽ നിന്നെ ആര് മാത്രം വിളിക്കുന്നു ഡിലീറ്റ് അവരെ നീ ചെയ്താൽ മതി. ബ്ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ പോകരുത്. നീ പറയണം ചേച്ചി എന്റെ പ്രശ്നം ചേച്ചി പേരിലല്ലല്ലോ അവിടെ ഇപ്പൊ ഇട്ട പ്രശ്നം ആ നടക്കുന്നത്. റീല് അവളും മാത്രം. ആ ചേച്ചി ആ ചേട്ടനും തമ്മിലുള്ള കാര്യത്തിലെ പ്രശ്നം. അതുകൊണ്ട് എന്നെ അതിനകത്തിട്ട് ചേച്ചി ഞാൻ ഇടച്ചടക്കണ്ട. ചേച്ചിയുടെ എനിക്ക് കാല് അറിയത്തില്ലെന്ന് പിടിക്കുക. തന്നെ പറയണം. അല്ലാതെ ചേച്ചിയുടെ നിനക്കിതിനാ കാല് നീ പിടിക്കുക. ഇപ്പൊ ഇട്ട പറഞ്ഞിട്ടല്ല ആ വിഷ്ണു റീല് ഞാൻ ഡിലീറ്റ് ഈ ചെയ്ത് എനിക്ക് കാര്യം പറഞ്ഞത്. അതുകൊണ്ട് പ്രശ്നമില്ല ചേച്ചി. നിന്നെ വെച്ചോണ്ട് അവര് അല്ല, കളിക്കാൻ നോക്കിയാൽ അവര് എനിക്കറിയാം. നാണം കിട്ടും നാറത്തതേ ഉള്ളു. എന്റെ അതെ, അതിന് ഞാൻ ഞാൻ ചോട്ടെ, നിങ്ങൾ തമ്മിൽ 15 ഒരു വർഷം പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഒന്നിച്ച് കയറാൻ ജീവിച്ച വരില്ല. ഈ ഒരു ഒരാളെയാണ് റീല് 4 മാത്രം മാസം ഡിലീറ്റ് ചെയ്യും. മാത്രം പരിചയമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് അയാൾ എന്നെ ഇട്ടിട്ട് പോകുന്നത്. എനിക്ക് 8 വയസ്സുള്ള ഒരു കുഞ്ഞിനെ തന്നിട്ട് അവിടെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞെന്തറിയോ? അവൻ നിന്നെ ഭാര്യയായിട്ടൊന്നും കണ്ടിട്ടില്ല, അവൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടിട്ടുള്ളെന്ന്. അവരുടെ മോളെയാണോ അപ്പൊ അവര് ഭാര്യയായിട്ട് കണ്ടത്? അവർക്ക് നാണമില്ലേ എന്നെ വിളിച്ച് അങ്ങനെ ഒന്ന് പറയാന്? എന്റെ മോൾ അവനെ ഒരു ആങ്ങളെ പോലെ കാണുന്നത്. പക്ഷെ ആങ്ങളയുടെ മടി കിടക്കുന്നെന്നും ആങ്ങളയുമായിട്ട് ഒരു റൂമിൽ കിടക്കുന്നതെന്നും ഒക്കെ ഈ തങ്കു എന്ന് പറഞ്ഞവൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത്. വാട്സപ്പിൽ വിളിച്ച കോൾ ആയതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ എന്റെ അനിയത്തി എന്നോട് പറഞ്ഞു എന്ന് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സേവ് ആകുന്നു. അതുകൊണ്ട് നീ ഇപ്പൊ വിളിക്കുന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചാ വിളിക്കുന്നത്. ഇത് ചേച്ചി അതുപോലെ എടുത്തോ, ഞാൻ പോസ്റ്റ് ചെയ്യും. എനിക്ക് നിന്നെ ഒരു വിളിച്ച് പോസ്റ്റ് തല്ലാനും ചെയ്തോ. ഭീഷണിപ്പെടുത്താനും നീ എന്നെ ആരും ചാകണമെന്നും വിളിച്ച് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരോട് നീ ഇതങ്ങ് എന്നെ പറഞ്ഞാൽ ആരും മതി. വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്നെ ആരടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ വിളിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചവരുടെ കാര്യമാണ്. അതാ ഈ ഞാൻ പ്രശ്നം പറഞ്ഞത്. ഈ റീല് റീല് കണ്ടിട്ട് കണ്ടിട്ട് നിന്നെ ആര് വിളിച്ചോ എന്റെ ആൾക്കാര്, എനിക്ക് ആവശ്യമുള്ള ആൾക്കാരും എന്നെ വിളിച്ച് കുറ്റപ്പെടുത്തുന്നോണ്ട് മാത്രമാണ് നിന്നെ വിളിച്ച് എനിക്ക് കുറ്റപ്പെടുത്തുമ്പോ നീ സമാധാനം പറയണേ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവളെ മാത്രമാണ് ഞാൻ വേണ്ട. ചേച്ചിയെ വിളിച്ചത്. അതാ പറഞ്ഞത്. നിന്നെ വിളിച്ച് കുറ്റപ്പെടുത്തുമ്പോ നീ പറയണേ അന്നാ എനിക്ക് ഞാനും അവളെ ചെയ്യട്ടെ. വേണ്ട. ഞാനും ചെയ്യട്ടെ. ഞാൻ അവളെ അവന്റെ വേണ്ടാന്ന് അവന്റെ വെച്ചു. ഫോട്ടോ ഇനി അവൾ വെച്ച് ആരുടെ കൂടെ പോയാലും അവന്റെ അത് ഫോട്ടോ എനിക്കൊരു വെച്ച് ഞാനും പ്രശ്നമല്ലെന്ന്. ചെയ്യട്ടെ. ആരെ എന്റെ ഫോട്ടോ വെച്ചോ? അപ്പുന്റെ ഫോട്ടോ വെച്ച് വെച്ച് ധൈര്യമായിട്ട് ചെയ്തോ. എനിക്കൊരു കോപ്പും ഇല്ലെന്ന്. ആ. അപ്പുന്റെ ഫോട്ടോ അങ്ങോട്ട് പക്ഷെ വേണോ? ഇനി ചേച്ചിക്ക് അപ്പനെ കിട്ടത്തില്ല. എന്നെ ഇത് കേട്ടപ്പോ ശരിക്കും എനിക്ക് ഈ പെണ്ണിനോടാണ് ദേഷ്യം വരുന്നത് കേട്ടോ. ഇത്രയൊക്കെ സഹിച്ചിട്ട് ഈ പെണ്ണ് എന്ത് കാര്യത്തിനാണ് അവിടെ നിൽക്കുന്നത്? ഇവള് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അവൾക്ക് ആ കുഞ്ഞിനെ നോക്കി അവൾക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാ പോരെ? ഇവൻ ഈ മകനെ കൊല്ലും, ഇവളെ കൊല്ലും, ഇവളെ കെട്ടിത്തൂക്കി എന്നൊക്കെ പറയുമ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു കെട്ടിയോനെ ഇവക്ക് എന്തിനാണ്? അതും ഇവള് പറയുന്നുണ്ട് പരസ്ത്രീ ബന്ധം.
ഒരു പെണ്ണ് എന്ത് സഹിക്കും. പക്ഷെ പരസ്ത്രീ ബന്ധം എന്താ പറയാ, മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയ ഒരുത്തന് എന്തിനാണ് നമുക്ക്? അവക്കത് ചിന്തിക്കാനുള്ള കഴിവില്ല. ഇവള് പറയുന്നുണ്ട് ഞാൻ ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ഞാൻ എല്ലാം സഹിച്ച് ജീവിക്കുന്നത് എന്ന്. പക്ഷെ ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. ഇവള് ജോലി ചെയ്തിട്ട് ജീവിക്കുന്ന പെണ്ണാണ്. അപ്പൊ ഇവള് ഇങ്ങനെ കള്ളുകുടിയന്റെയും പെണ്ണുപിടിയന്റെയും കൂടെ അടിമപ്പെട്ട് ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. ആ കുഞ്ഞിന്റെ ഭാവി ഓർത്തിട്ട് ഇവള് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ആ കുഞ്ഞിനെ നോക്കി ജീവിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം.